നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവന്റെ മരണത്തിൽ സൈക്യാട്രി വിഭാഗം അധ്യാപകനെ പ്രതിയാക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം പോലീസിൽ പുതിയ പരാതി നൽകി. അധ്യാപകനായ സജി മകളെ കുറ്റവിചാരണ നടത്തിയെന്ന് കുടുംബം പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. AV ജയശങ്കറുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, ഇതൊരു പുതിയ ആരോപണവും പരാതിയുമാണ്. ഈ കുറ്റവിചാരണ നടത്തിയെന്നൊക്കെയുള്ള വിവരങ്ങൾ കുടുംബം ഇപ്പോഴാണോ അറിഞ്ഞത്? അത് എങ്ങനെയാണ് ഈ സംഭവം നടന്നത്? അതായത് ഗോകുൽ, ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ആരോപണമായി കുടുംബം രംഗത്ത് വരുന്നത്. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു ആരോപണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അമ്മുവിന്റെ 3 സഹപാഠികൾക്ക് പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. പിന്നാലെയാണ് പിതാവ് പുതിയ ആരോപണവുമായി രംഗത്ത് വരുന്നത്. അതായത് കോളേജിലെ തന്നെ സൈക്കാട്രി വിഭാഗം അധ്യാപകനെ കേസിലെ 1-ാം പ്രതിയാക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ അധ്യാപകന്റെ സാന്നിധ്യത്തിൽ അമ്മുവിന്റെ സഹപാഠികൾ, ഈ കേസിൽ അറസ്റ്റിലായ 3 സഹപാഠികൾ അമ്മുവിനെ മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് ഈ ഒരു പരാതിയിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പരാതി നിലവിൽ പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് കൈമാറിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള അന്വേഷണം നടത്തണമെന്നാണ് പോലീസ് പറയുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചതുപോലെ തന്നെ വളരെ ഗൗരവകരമായ ഒരു ആരോപണമാണ്. കാരണം ഒരു അധ്യാപകന്റെ സാന്നിധ്യത്തിൽ ഇത്തരത്തിൽ കുറ്റവിചാരണ നടത്തിയെന്നൊരു ആരോപണം ആണ് കുടുംബം ഈ ഒരു പരാതിയിലൂടെ ഉന്നയിക്കുന്നത്. എന്തായാലും പോലീസ് ഇത് പരിശോധിക്കണം എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്തായാലും വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും പോലീസ് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. ഗോകുൽ, ശരി, AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും അമ്മു സജീവിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ പുതിയ പരാതിയാണിത്. അതിലും വിശദമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡ് ചെയ്യപ്പെട്ട 3 സഹപാഠികൾ അവർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്.